മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് ആസിഡ് ബേസ് ഇംബാലൻസ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വോമിറ്റിംഗ് ഉള്ള പേഷ്യൻറ്റിന് കണ്ടമാനം എന്താ പറയണ്ടേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് പോയി കഴിയുമ്പോഴത്തേക്ക് ആസിഡ് പോയാൽ പിന്നെ ബാക്കിയാവുന്ന ആൽക്കലിയാണ്. സോ ആൽക്കലോസിസ് ഉണ്ടാവും. ഓക്കെ, ഇത് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്, അതും കൂടെ അറിഞ്ഞിരിക്കുക. യൂഷ്വലി ചോദിച്ചാൽ അതൊരു നോർമൽ ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മെറ്റബോളിക് ആൽക്കലോസിസും മെറ്റബോളിക് അസിഡോസിസും കടന്നെന്ന് ചെയ്താലും നിങ്ങൾ സംശയമൊന്നും വേണ്ട, അത് മെറ്റബോളിക് ആൽക്കലോസിസ് നിങ്ങൾ ചൂസ് ചെയ്തു. കാരണം അതിൻ്റെ ആദ്യത്തെ സാധ്യത മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. പ്രൈമർലി അവർക്കുണ്ടാകുന്ന പ്രശ്നം മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്, കാരണം എക്സസീവ് വോമിറ്റിംഗ് കാരണം. ഇനി ഒരു സാധ്യത നിലനിൽക്കുന്നത് ഇവർക്ക് അസിഡോസിസും ഉണ്ടായേക്കാം, മെറ്റബോളിക് അസിഡോസിസ്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് വരാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നിർത്താതെ വോമിറ്റ് ചെയ്തിട്ട് ആഹാരം എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് കിട്ടാതാവും. ഗ്ലൂക്കോസ് കിട്ടാതാവുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പോലെ എന്താവും, ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് കീറ്റോൺ ബോഡീസ് അടിഞ്ഞുകൂടി അവർക്ക് അസിഡോസിസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ